ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അല്ലെങ്കിൽ ജീവിതത്തിന്റെ തലങ്ങളൊക്കെ മാറി മാറി വരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റികൾക്കും വളരെയധികം മാറ്റങ്ങൾ വരും ട്ടോ. നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, പ്രകൃതിദത്തമാണെന്ന് തോന്നുന്നു അത്. അതിങ്ങനെ കാലം മുന്നോട്ട് പോകെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി ഒക്കെ വളരെ തുച്ഛം എന്നുള്ള രീതിയിലെത്തും. കാലത്ത് അടുക്കളയിലേക്കുള്ള ആ ചുവടുവെപ്പോട് കൂടി നമ്മുടെ ദിവസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടോ ഒക്കെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ നേരം. പക്ഷെ ഇത്തിരി നേരെങ്കിലും ജീവിതത്തിൽ നമ്മൾ അതിനൊക്കെ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നും. വേണ്ടത്ര രീതിയിൽ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യില്ല എന്നുള്ളത്. അതാണ് നമ്മൾ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വെച്ച് അവരോടൊപ്പം എൻജോയ് ചെയ്യണമെന്നില്ലേ. അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് അല്ലേ. അവരുടെ ബാല്യം ഒരിക്കലും നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഭാഗ്യനോടൊപ്പം കുറച്ച് ദിവസമായി ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് പൊതുവായിട്ട് സംസാരിക്കാറുള്ളത്. ഇന്നൊരു ചായയൊക്കെ പിടിച്ച് ഉമ്മറത്ത് കുറച്ചു നേരം ഇരുന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഗ്രാൻഡ് ആക്കാന്ന്. ഇഡലി, ദോശ, ചമ്മന്തി, സാമ്പാർ, അതിൽ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ചർച്ച കേട്ടോ. അപ്പൊ നമുക്കിന്ന് തുടങ്ങിയാലോ? നമ്മുടെ ദിവസം ഇവിടെ തുടങ്ങിയാലോ? കുക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണെന്ന് അറിയാലോ. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്ക് ഇതില്ലാണ്ട് ഒരു കുക്കിംഗ് നടക്കില്ല. അത് കാരണം കൊണ്ട് V-Guardന്റെ ഇൻസൈറ്റ് 3D ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ അൺബോക്സിങ് ചെയ്ത് വെച്ചതാണ്. ചേച്ചിക്ക് വേണ്ടി മേടിച്ചതാണ്. നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. 5 വർഷത്തെ വാറന്റിയോട് കൂടി ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. മുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേറ്റ് എടുത്ത് കഴുകി വെച്ചാൽ മതി. മാത്രമല്ല കുറച്ച് പ്ലേസിംഗ് പാഡുകൾ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏതെങ്കിലും വലിയ ഹെവി ആയിട്ടുള്ള യൂട്ടൻസിൽസ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല ഇതിന് കുറച്ച് വേറെ അൽക്കൂലത്തെ സംഭവങ്ങൾ ഫ്ലോ ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ്. 3 ഡിഫറെൻറ്റ് സൈസിലുള്ള ബർണേഴ്സാണ് നമുക്ക് വരുന്നത് കേട്ടോ. നല്ല ഹൈ ആയിട്ടുള്ളത്, മീഡിയം, പിന്നെ ലോ. അപ്പോൾ നമുക്ക് പാല് കാച്ചി കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇഡലിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഈ ഇഡലി ഉണ്ടാക്കുമ്പോൾ ആ ഒരു വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അതിൻ്റെ ഇടയിൽ ധാരാളം സ്പേസ് ഉണ്ട്. മാത്രമല്ല 3 ബർണറും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. 3 ഹെവി ഡ്യൂട്ടി ഗ്യാസ് കൺട്രോൾ വാൾസ് ആണ് ഇതിന് വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഫയർ പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വിഭവങ്ങൾ നമുക്ക് കുക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കാപ്പി തിളച്ചൊക്കെ പോകണമെന്നാണ് പറയുക. പക്ഷെ നമുക്ക് പുതിയ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ വക പരിപാടികളൊക്കെ ചെയ്യാമല്ലേ. ഇന്ന് നമുക്കൊരു മസാല കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാപ്പിയിൽ നമ്മൾ കുറച്ച് ഏലക്കായും അതുപോലെ തന്നെ ചുക്കും പൊടിച്ചിട്ടിട്ട് അടിപൊളി ഒരു കാപ്പി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കാപ്പിയൊക്കെ തിളച്ച് വന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടും അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിഭവങ്ങളൊക്കെ തയ്യാറായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി ഇഡലി ഉണ്ടാക്കാം. ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ കുക്ക് ചെയ്താലോ? നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഉള്ളി സാമ്പാറാണ്. പരിപ്പ് ദാ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ ഈ 2 അടുപ്പുകളുടെ ഇടയിൽ വരുന്ന ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒന്നിന് പുറകെ ഒന്നെന്നുള്ള രീതിയിലല്ലാതെ എല്ലാം ഒരുമിച്ച് കുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. നമ്മുടെ ബർണേഴ്സ് ഒരുപാട് അടുപ്പിച്ചിട്ടല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് വളരെ ഹാൻഡ്ലി ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സൈമൾട്ടേനിയസ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉള്ളി നന്നാക്കി എടുക്കാം കേട്ടോ. വറുത്തരയ്ക്കാത്ത സാമ്പാർ ഇവിടെ പോവില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഭാഗ്യം നാളികേരം ചിലവിൽ തരുന്നുണ്ട്. നാളികേരത്തിന് നമുക്ക് കുറച്ച് അധികം ആവശ്യമുണ്ടായിരുന്നു. കാരണം ചമ്മന്തിയും വേണം. ദോശ ഇഡലിയാണെങ്കിൽ ഇവിടെ ചമ്മന്തി മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഉള്ളി സാമ്പാറാകുമ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ടാത്ത കാരണം കൊണ്ട് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. അതിൽ എല്ലാവരും
നമ്മുടെ ഈ വെളുത്തുള്ളി ഇടുമെന്ന് അറിയില്ല, ഇവിടെ ഞാൻ ഇടും കേട്ടോ. എന്നിട്ട് കുറച്ച് വറ്റൽമുളകും അതോടൊപ്പം തന്നെ സാമ്പാറിൻ്റെ പൊടിയും പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇവിടെ പൊടികൾ കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് കോരുക. ഇനിയിപ്പോൾ ആ വറുവലിന് നല്ലൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് വേഗം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കണത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ പ്രഷറൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഉള്ളി, നന്നായിട്ട് ഉള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് സാമ്പാർ. കുറച്ച് പച്ചമുളകും തക്കാളിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വീണ്ടും ഒരൊറ്റ വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വറവ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പ്രഷർ കുക്കർ തുറക്കുമ്പോൾ തന്നെ ആ ഒരു കായത്തിൻ്റെ മണം വരുമ്പോൾ എൻ്റെ സാറേ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡിയാവും. അപ്പോഴേക്കും നമുക്ക് വറവിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ കടുക് കാച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ബാക്കിയുള്ള സാമ്പാറിനെ വെച്ച് നോക്കുമ്പോൾ ഈ സാമ്പാർ ഉള്ളി ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുള്ള ഒരു പ്രക്രിയ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. പക്ഷേ സാമ്പാർ കിടുവാണ് കേട്ടോ. ഭാഗ്യം പറയായിരുന്നു, പണ്ട് എവിടെയോ പോയിട്ട് വരുമ്പോൾ വൈകുന്നേരം ആളൊറ്റയ്ക്കല്ലായിരുന്നോ, അപ്പോൾ ഈ സാമ്പാറും അതുപോലെ ഉള്ളി സാമ്പാറും അതുപോലെ തന്നെ ദോശയുമായിരുന്നു അത്ര വൈകുന്നേരത്തെ ഭക്ഷണം. ഇപ്പോൾ ഈ മണം വന്നപ്പോൾ ആൾക്ക് അത് ഓർമ്മ വന്നു. പിന്നെ പതിവായിട്ട് ഇതാ നമ്മുടെ ചേച്ചിമാരൊന്ന് പണിക്കുണ്ടല്ലോ, അപ്പോൾ ചേച്ചിമാരിത് എനിക്ക് വേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് തന്നു. ഇനി നമുക്ക് ഈ വേപ്പിൻ്റെ ഇലയിട്ട് ജസ്റ്റ് ഒന്ന് കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഉള്ളി സാമ്പാർ റെഡി. എൻ്റെ സാറേ അതിൻ്റെ ഒരു രുചിന്ന്. നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്ക് മൾട്ടി ടാസ്കിങ്ങും ഭയങ്കര ഈസിയാണ്. ഇത് എന്താ പറയുക, ആടുവോ താഴെ വീഴുവോ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ചേച്ചിമാർക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറാവാന്ന് വിചാരിച്ചു കേട്ടോ. ചേച്ചിമാരെ അവിടെ നിന്ന് ഇഡ്ഡലിയൊക്കെ കഴിക്കട്ടെ. നമുക്ക് നല്ല മുരിഞ്ഞ ദോശ കഴിച്ചാലോ, അതും ചമ്മന്തി കൂട്ടിയിട്ട്. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്നുണ്ടല്ലേ നമ്മുടെ ഈ സ്റ്റൗവിന്. ആക്ച്വലി സ്ക്രൂലെസ് ആയിട്ടുള്ള ഗ്ലാസ് അറ്റാച്ച്മെന്റ് ആണ് വരുന്നത് കേട്ടോ. അത് കാരണമാണ് ഇത്ര സ്ലീക്ക് ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നല്ല ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം. നല്ല നാളികേരം ചമ്മന്തി. നല്ല മുരുമുര ദോശയോടൊപ്പം തന്നെ നല്ല നാളികേരം ചമ്മന്തി. നാളികേരം നന്നായിട്ട് പകുതി വറവാകുമ്പോൾ നമുക്കതിൽ ചെറുള്ളി അതുപോലെ തന്നെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊട്ടുകടലയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇവനെ നന്നായിട്ടൊന്ന് അരച്ച് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് പുളി വേണമെന്നുള്ളവർക്ക് കുറച്ച് പുളി ചേർക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ പുളി വലിയ ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ പുളി ചേർത്തിട്ടില്ല. എന്നിട്ട് ഇവനെ വീണ്ടും ഒന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും താളിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള കുറച്ച് ദിവസം അങ്ങനെ കേടുകൂടാതെയൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഒരു ചട്നി തയ്യാറാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രഭാത വിഭവങ്ങൾ എന്ന് പറയുന്നത് അടിപൊളി സാമ്പാർ, ചട്നി, ഇഡ്ഡലി, ദോശ ഇത്രയാണ് കേട്ടോ. നമ്മുടെ ഈ തിരക്കിട്ട പണിയുടെ ഇടയിൽ ഇപ്പം എന്തെങ്കിലും സ്പിൽ ഔട്ടായി പോയി എന്ന് തന്നെ വിചാരിക്കുക, അടിപൊളിയാണ് കേട്ടോ. എത്ര പെട്ടെന്നാണെന്ന് അറിയാം വൃത്തിയാക്കി കിട്ടുക. ഇതിൻ്റെ സെപ്പറേറ്റ് നമുക്ക് തരുന്ന ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴുകി വീണ്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെട്ടിത്തിളങ്ങും നമ്മുടെ സ്റ്റൗ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയുണ്ട്, ഇത് കിടുവായിട്ടല്ലേ? ഇത്രയും ചൂടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വീണാലോ നമ്മുടെ ഗ്ലാസ് ടോപ്പിനൊന്നും പറ്റില്ല കേട്ടോ. തെർമലി ടഫൻഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. അത് കാരണം കൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഗ്രാൻഡ് ആയിട്ടില്ലേ? അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഈ സുന്ദരക്കുട്ടപ്പനെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കുക്കിംഗ് വളരെ ഈസി ആക്കാം കേട്ടോ. വി ഗാർഡിൻ്റെ ഇൻസൈറ്റ് 3D ഗ്യാസ് സ്റ്റൗ ആണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ? അങ്ങനെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ചേച്ചിമാരോടൊപ്പം ഇവിടെ മുറ്റത്ത് വൃത്തിയാക്കിയും പുല്ലുകളൊക്കെ പറിച്ചിരുന്നു കേട്ടോ.
പിന്നെ തിരുവാതിര ഞാറ്റുവേലയായ കാരണം കൊണ്ട് തന്നെ മഴ വെയിൽ അങ്ങനെ കാലാവസ്ഥ മാറി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ ചേച്ചിമാർ പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ പോവാം മോളെ, ഞങ്ങൾ അടുത്ത ദിവസം വരാം, മഴയൊക്കെ ഒന്ന് കുറയട്ടെ, അപ്പോഴല്ലേ പുല്ല് പറിക്കാനൊക്കെ എളുപ്പം എന്ന് പറഞ്ഞു. അപ്പം അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ ഭാഗ്യ നമുക്കിനിയിപ്പോൾ സ്റ്റൗവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അത് കാരണം കൊണ്ട് ചേച്ചിക്ക് അത് കൊടുക്കാമെന്ന് ഭാഗ്യം പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ അത് കൊണ്ട് ചേച്ചിക്ക് കൊടുക്കാൻ പോവാണ്. ഒരുപാട് വർഷത്തെ രോഗമാണ് ശരിക്കും പറഞ്ഞാൽ, അപ്പം അത് മാറ്റിത്തരാമെന്ന് ഡോക്ടർ ശൈലജൻ പറഞ്ഞു. കുറച്ച് നാളായിട്ടാ ഭാഗ്യനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഹോമിയോ മരുന്നാണ്, കുറേ നാളായിട്ടുള്ള അലർജി അല്ലേ, അപ്പോൾ അത് മാറ്റി തരാമെന്നൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുളികയൊക്കെ കഴിച്ച് നമ്മളിതാ പതുക്കെ മണ്ണമ്പേട്ടയ്ക്ക് ഇറങ്ങുകയാണ്. മണ്ണമ്പേട്ടയ്ക്ക് പോണ ദിവസം ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശ്രീകുട്ടന്. ആള് പടുത്തൊക്കെ വേഗം കഴിച്ചു വെച്ച് ഒരുങ്ങി കൂട്ടി വേഗം ഇറങ്ങുകയാണ്. മണ്ണമ്പേട്ടയ്ക്കുള്ള യാത്രയിൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഇതെന്താണെന്നറിയോ ഈ പോണത്? ഇതാണ് ഉടുമ്പ്, പൊന്നുടുമ്പ് എന്നൊക്കെ പറയാം. ഉടുമ്പിൻ്റെ കുഞ്ഞു കുട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനി വീട്ടിലത്തെ കുറച്ച് കാഴ്ചകളാവാം അല്ലേ. പതിവ് പോലെ തന്നെ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി, കുഞ്ഞനേട്ടായി എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ ഉള്ള കാരണം കൊണ്ട് അമ്മയച്ഛനും ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇവർ പുതിയ വീട്ടിൽ പോകുമ്പോഴാണ് കളി മാറുക. അപ്പോൾ ഭാഗ്യൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, അത് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് അതന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമല്ലേ അല്ലേ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും എന്താ പറയുക പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ അടുപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആളെന്നത് എൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മൾ ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെക്കാനുള്ള ഉദ്ദേശമില്ല, നമ്മളതിൻ്റെ മുകളിൽ തന്നെ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്, അവിടേക്ക് ഒരു ഗ്യാസ് അടുപ്പ് പഴയതുണ്ടല്ലോ അത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. വേനൽക്കാലത്ത് ഉറുമ്പ് മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ ശേഖരിക്കുന്ന പോലെയാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഓരോന്ന് ഇങ്ങനെ കരുതി കൂട്ടി ഇങ്ങനെ വെക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടാ, അമ്മയായാലും ഭാഗ്യനായാലും ഏട്ടായി ആയാലും എല്ലാവരായാലും എന്ത് കാണുമ്പോഴും ഇത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്യൂട്ടാവും, അയ്യോ ഇത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്യൂട്ടാവില്ല എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ മുന്നിലേക്ക് വെച്ച് അങ്ങനെ അതൊരു സ്വപ്നമായിട്ട് ഇപ്പോൾ കൊണ്ടു നടക്കുകയാണ് സത്യം പറഞ്ഞാൽ. അതാണ് ഇപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ബിരിയാണി കുറച്ച് കൂട്ടുകാർ കാട് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഭാഗ്യം വല്ലൂർക്ക് തിരിച്ചു പോയിട്ടാ. ചോറും പയറുപ്പേരിക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പയറുപ്പേരിയുടെ കാര്യം. പയറൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങളൊക്കെ പയറുപ്പേരി ഇതേപോലെ വാടിയ പയറൊക്കെ ഞാൻ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് കറി വെക്കും. പക്ഷെ എൻ്റെ മക്കളാണ് അതൊക്കെ കഴിക്കാത്തത്. ഭാഗ്യനായാലും അങ്ങനെ അധികം കഴിക്കില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പയറുപ്പേരി വെച്ചത്. വല്ലൂർക്ക് മറ്റേ എന്തിട്ടാണ് പാഴ്സൽ വെക്കുക, ഈ കൊറിയർ മുഴുവൻ നമ്മുടെ ഇവിടേക്ക് അവർക്ക് വരുന്നുണ്ടല്ലോ ഇടയ്ക്കൊക്കെ. അത് വരും, മീഷോ ഫ്ലിപ്കാർട്ടൊക്കെ വരും കേട്ടോ. കൊറിയർ സർവീസ് DTDC ഒക്കെ വല്ലൂരില്ല. ഇത് ലെൻസ് കാർട്ടിന്റെ നമ്മുടെ ഗോൾഡൻ മെമ്പേഴ്സിന് അവർ അയച്ചു തരുന്നതാണ് കേട്ടോ. ആദ്യം തുറക്കാം. ഇതിവിടെ കിടന്നോടെ മറ്റേ എന്തിനാ റോബോട്ടിന്റെ എല്ലാത്തിനും നീല കവറാ. ചോട്ടയാന്നുള്ള കാര്യം അറിയില്ല. ഇത് 2 ചോട്ടയായിരുന്നു. ഞാൻ ഒരു എനിക്കെല്ലാം പോവില്ലാത്ത അത് വെച്ചോർക്ക് പോകുന്നില്ല. ഇത് സൂപ്പറായിട്ടാ. ഇത് ഇത് പൊരിച്ചു. മമ്മൂട്ടി ഇത് അടിപൊളിയുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. അതിന്റെ ഫ്രെയിമും സാധനല്ലേ സൂപ്പർ. ഞാനിങ്ങനെ എന്റെ പുതിയ ബൈക്ക് വെച്ചിട്ടൊക്കെ പോകും. അങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ആ മുറ്റത്തോട്ട് കറങ്ങാനേ പറ്റുള്ളൂ. ഭാഗ്യം കൂടെ വിടില്ല.
എത്രയൊക്കെ ഭംഗിയിലും വീട്ടിൽ പോയ വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ എനിക്കതിന് പറ്റാറില്ല കേട്ടോ. ഞാൻ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങോട്ട് പോടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് കുഞ്ഞനും ചേച്ചിയൊക്കെ ഉള്ളാരണമുണ്ട്, ഏട്ടായൊക്കെ ഉള്ളാരണമുണ്ടേ ഞാനിങ്ങനെ എന്താ പറയാ ആ ഒരു സമയം എൻജോയ് ചെയ്യാനാണ് കൂടുതലും ശ്രമിക്കാറുള്ളത്. ഞങ്ങളുടെ ആ വൈബ് കണ്ടാൽ മനസ്സിലാവില്ല നിങ്ങൾ ചിലർക്കൊക്കെ തോന്നി ഈ ശ്രീജന്തുരു ഓവറാണ്. പക്ഷെ ആക്ച്വലി അതിൽ കാണുന്ന ഞാനാണ് ഞാൻ. നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി സെറ്റിൽഡായിട്ട് പെരുമാറണമെന്നേ ഉള്ളൂ. ഞാൻ ഭയങ്കര കാണുന്ന പോലെ ഒരു എല്ല് കൂടുതലുള്ള സംഭവമാ. ചേച്ചിക്ക് മുറിക്കാനൊന്നും അറിയില്ലേ? എനിക്ക് എന്റെ കൈ മുറിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇവിടെ വന്നപ്പൻ ഒരു ചൊറിയാമ്പുഴു ആകെ ഇഴഞ്ഞ് ശ്രീകുട്ടന്റെ മേലൊക്കെ നിറച്ച് ചൊറിച്ചിലൊക്കെ ആയി. അമ്മ ഇതുപോലെയാണ് കേട്ടാ ഷൂട്ട് ചെയ്യാ. ചേച്ചിയമ്മയും മോനും തമ്മിലുള്ള അഭ്യാസ പ്രകടനമാണ് ഇവിടെ കാണുന്നത്. ബിരിയാണി വെക്കുന്നതിന്റെ ഏട്ടാ. ഇത് വെച്ചിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇക്കുനെ കാണാൻ പോളോ എന്ന് പറഞ്ഞിട്ടാണ് നിക്കണ ആള്. അത്രക്ക് ഇഷ്ടാ. മഞ്ഞപ്പൊടി ബാക്കിണ്ടായിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞതാ. അത് രണ്ടാമത് ചേച്ചിയമ്പത്തിരി എല്ലായിടത്തുനിന്നും കൂട്ടിയാളക്ക് ശരിയാവണില്ലല്ലോ. കൈ അത് പിടിക്കാൻ പറ്റില്ല. കൈ അത് പിടിക്കാൻ പറ്റില്ല ആൾക്ക്. ഞാൻ എപ്പോഴും പറയാറില്ലേ ചേച്ചിയമ്മയും മോനും തമ്മിലൊരു പ്രത്യേക വൈബാണ് എന്ന്. എനിക്ക് തോന്നുന്നു അവൻ ചേച്ചിക്ക് ഉണ്ടാവേണ്ടതായിരുന്നു എന്ന്. ചേച്ചിയമ്മയായിട്ടാണ് കൂടുതൽ ആൾ ചേരുക. ചേച്ചിയമ്മ എന്ത് പറഞ്ഞാലും ആൾ കേൾക്കും. അപ്പോൾ ചേച്ചിമാരെ കൂടെ നിന്നിട്ട് ബിരിയാണി വെക്കുക. അവർ രണ്ടാളും കുഞ്ഞനും കൂടിയിട്ടാണ് ബിരിയാണിയൊക്കെ വെച്ചത് കേട്ടോ. ഇങ്ങനെ ഓരോരോ ഡിഷസുകളായിട്ട് മാറ്റി കൊടുത്ത് കുഞ്ഞൻ റൈത്ത ഉണ്ടാക്കി, ചിക്കനും ബിരിയാണി ചേച്ചി ഉണ്ടാക്കി. എനിക്ക് അവിടെ ചെന്ന പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഞാനിങ്ങനെ അവിടുത്തെ കുഞ്ഞുമോളായിട്ട് അങ്ങനെ ഇരുന്നാൽ മതി. അങ്ങനെ അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി എന്തായാലും അമ്മയുടെ ചാനലിലുടനെ വരുന്നതായിരിക്കും. ചേച്ചിയുടെ ബിരിയാണി റെസിപ്പി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ബിരിയാണി ഒന്നും വലിയ ഫാൻസ് ഇല്ല എങ്കിലും വല്ലപ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചിയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ചുമയാണ്, കുറച്ച് ദിവസമായിട്ട് ചുമയാണ്. അത് കാരണം ആളൊന്ന് ഉടഞ്ഞു. അമ്മേരെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഗുണ്ടുമണിയായിട്ട് ഇരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ഞങ്ങളൊക്കെ ഗുണ്ടുമണിയായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും സന്തോഷം. അപ്പം ഞാൻ ഇത്തിരി വണ്ണം കുറയുമ്പോഴേക്കും അമ്മ പറയും എന്തായി ഒന്നും തിന്നാനില്ലാത്ത വീട്ടിലത്തെ പോലെയായി എന്ന് പറയും. നമ്മളെ ദൂരം പാടി വെച്ചിട്ടാണെന്നറിയാം വണ്ണം കുറയുണ്ടാവുക. പക്ഷെ അമ്മയ്ക്ക് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഗുണ്ടൂസായിട്ടിരിക്കണം. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. അച്ചാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ സർലസും നല്ല ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഏട്ടായി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീട് പണിയുന്നവിടുത്തെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടോ. തേപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ടൈലിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. ഞാൻ ഒരു ദിവസം ഒല്ലൂർക്ക് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പതുക്കെ തറവാട്ടിലേക്ക് ഇറങ്ങാണ്. തൊട്ടടുത്ത് തന്നെയാണ് തറവാടുള്ളത്. അവിടെ ഇളയച്ചനും അതായത് പാപ്പ എന്നാണ് ഞങ്ങൾ വിളിക്കുക, പാപ്പനും മേമയൊക്കെ ഉണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ വന്നു. ഒരു അടിപൊളി സൺഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്ന് പറഞ്ഞോളൂ കേട്ടോ. പുതിയ കണ്ണാടയൊക്കെ വെച്ച് അച്ഛൻ്റെ ഹാപ്പിനെസ് മുഖത്ത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ശ്രീജ.